കലിപ്പന്റെ ആദിരാത്രി. രചന SMC. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആദിരാത്രി ജനൽക്കൽ വിറക്കുന്ന വിരലുകളോട് നിന്നിരുന്ന അനുവിന്റെ അരികിലേക്ക് അർജുൻ സാവധാനം നടന്നു ചെന്നു. ജനലിലൂടെ അരിച്ചെത്തുന്ന നിലാവട്ടം അവളുടെ മുഖത്തെ പരിഭ്രമത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അനു. അവന്റെ വിളിയിൽ മുമ്പെങ്കിലും കേട്ടിട്ടില്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. അനു പതിയെ മുഖമുയർത്തി. അവളുടെ കണ്ണുകളിൽ ഭയവും സങ്കടവും കൂടിക്കലർന്നിരുന്നു. അർജുനേട്ട, എനിക്ക് ചില കാര്യങ്ങൾ. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ തപ്പിത്തടഞ്ഞു. താൻ പറയാൻ പോകുന്ന എന്തുതന്നെയാലും എനിക്ക് കേൾക്കണം. അർജുൻ അവൾ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവന്റെ വാക്കുകൾ അവളിൽ അത്ഭുതം നിറച്ചു. കാരണം തന്നെ കല്യാണം കഴിച്ചവനൊരു ദേഷ്യക്കാരനാണെന്നും വിവാഹം നിശ്ചയിച്ചതിന് ശേഷം വിരലിലുണ്ടാവുന്ന പ്രാവശ്യം മാത്രമേ അർജുവേട്ടൻ തന്നെ വിളിച്ചിട്ടുള്ളൂ. നേരിട്ട് കാണാൻ കൂടി വന്നിട്ടില്ല. ആളൊരു പരിക്കനാണെന്ന് അന്നേ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് നിശ്ചയമില്ല. അനു പതുക്കെ തിരിഞ്ഞു. അവൾ അർജുന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ തലതാഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ നടന്നു വീണ കണ്ണുനീർത്തുള്ളികൾ സാരിത്തുമ്പിൽ പടരുന്നുണ്ടായിരുന്നു. ഏട്ടാ, വിറക്കുന്ന സ്വരത്തിൽ അവൾ വിളിച്ചു. എനിക്ക് നിങ്ങളുടെ ഭാര്യാവിനൊരു യോഗ്യതയുമില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഈ കല്യാണത്തിന് സമ്മതിച്ചവളാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം. എൻ്റെ വീട്ടുകാർ പലതും നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. ഞാനൊരു നശിച്ച പെണ്ണായിട്ടാ. അർജുന്റെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ശാന്തനായി അവളെ കേട്ടു നിന്നു. ഒരിക്കൽ തുന്നിച്ചേർത്ത മുറിവുകൾ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഇത് നിങ്ങളോട് പറയാതെ ഈ മുറിയിൽ നിങ്ങളുടെ കൂടെ കഴിയാൻ എനിക്ക് വയ്യ. ഒറ്റ ശ്വാസത്തിൽ അവൾ തന്റെ ഭൂതകാലം പറഞ്ഞു തീർത്തു. പ്രണയമെന്നും വിശ്വാസമെന്നും കരുതി കൂടെ കൂട്ടിയവൻ തന്റെ മാനം കവർന്ന് കടന്നു കളഞ്ഞതും അതിനുശേഷം തകർന്നു പോയ തന്റെ മാനസിക നിലയും ആശുപത്രിവാസവുമെല്ലാം ഒരു തേങ്ങലോട് അവൾ തുറന്നു പറഞ്ഞു. ഏത് നിമിഷം അർജുന്റെ കയ്യിൽ നിന്ന് ഒരടിക്കായോ അല്ലെങ്കിൽ കഠിനമായ വാക്കുകൾക്കായോ അവൾ കാതോർത്തു. എന്നാൽ മുറിയിൽ മുഴങ്ങിക്കേട്ടത് അർജുന്റെ നേരത്തെ ഒരു ചിരിയായിരുന്നു. അനു ഞെട്ടിപ്പോയി. അവിശ്വസനീയതയോടെ അവൾ മുഖമുയർത്തി. ഏട്ടൻ ചിരിക്കുകയാണോ? അർജുൻ ജനാൽക്കൽ നിന്ന് മാറി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു ആർദ്രതയായിരുന്നു. അനു, താൻ വിചാരിച്ചോ ഇതൊന്നും അറിയാതെയാണ് ഞാൻ തന്റെ കൈ പിടിച്ചതെന്ന്? അവൾ പകച്ചുപോയി. ഏട്ടന് അറിയായിരുന്നോ? അവൻ മൂളി. നിന്നെ പെണ്ണാണാ വരുന്നതിന് മുമ്പ് എനിക്കെല്ലാം അറിയായിരുന്നു. നിന്നെ ചതിച്ചവനും നീ പറയുന്ന ആള് തന്നെയായിരുന്നു എനിക്ക് എല്ലാ വിവരങ്ങളും എത്തിച്ചു തന്നു. ഈ കല്യാണം മുടങ്ങുമെന്ന് അവൻ കരുതി കാണും. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വരെ എൻ്റെ കയ്യിലുണ്ട്. അനുവിന്റെ കാലുകൾ തളരുന്ന പോലെ തോന്നി. എന്നിട്ടും എന്തിനായിട്ടാ എന്നെ ഈ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത്? ഒരു ബാധ്യതയായിട്ടാണോ? അർജുൻ അവളുടെ തോളുകളിൽ കൈവച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി. ഏയ്, ഒരിക്കലും അല്ല അനു. വീണെടുക്കുന്ന ഒരാളെ ചവിട്ടി മതിക്ക് എളുപ്പമാണ്. പക്ഷെ അവരെ കൈ പിടിച്ചു വരുത്താനാണ് ധൈര്യം വേണ്ടത്. താൻ ചെയ്ത ഒരു തെറ്റല്ല, ഒരു ചതിയുടെ ഇരയാവുകയായിരുന്നു നീ. അത് തുറന്നു പറയാൻ നീ കാണിച്ച ഈ സത്യസന്ധതയുണ്ടല്ലോ, അതാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂട്ടുന്നത്. അവൻ അവളുടെ നെറ്റിയിൽ തന്നെ നെറ്റിയേർത്ത് വെച്ചു. എന്റെ മൗനവും പരിക്കും സ്വഭാവം കൊണ്ട് നീ പേടിച്ചല്ലേ? നിന്നെ കാണാൻ വരാതിരുന്ന് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാ ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഭയമായിരുന്നു. നിനക്ക് സ്വയം അത് തുറന്നു പറയാനുള്ള സമയം നൽകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആരും അർജുനെ നെഞ്ചിലേക്ക് പതുക്കെ ചാഞ്ഞു. ആ നെഞ്ചിടിപ്പിന് ഇപ്പോൾ അവൾക്ക് പരിചിതമായൊരു താളമുണ്ടായിരുന്നു. അനു, കഴിഞ്ഞു പോയതൊരു പേക്കിനാ പോലെ മറന്നേക്ക്. ഈ നിമിഷം മുതൽ നീ വെറും ഒരു പെണ്ണല്ല, അർജുന്റെ ഭാര്യയാണ്. ലോകത്തിനു മുമ്പിൽ തലയുർത്തി പിടിച്ചതിന് നീ നടക്കും. നിന്റെ മുറിവുകൾ ഉണക്കാൻ ഈ ഏട്ടൻ കൂടെ ഉണ്ടാവും. അനുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. പക്ഷേ ഇത്തവണ ആ കണ്ണുനീരിൽ വേദനയുടെ കയ്പില്ലായിരുന്നു, മറിച്ച് താൻ കണ്ടെത്തിയ തണലിനോടുള്ള നന്ദിയായിരുന്നു. പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ തപ്പിത്തടഞ്ഞു. പക്ഷേ തൊണ്ടയിൽ എന്തോ തടയുന്ന പോലെ ഒടുവിലിടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു. ഏട്ടാ, ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്തോളാം. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാൾ എനിക്ക് കിട്ടുമോ? എൻ്റെ കുറവുകൾ അറിഞ്ഞിട്ടും എന്നെ ചേർത്ത് പിടിക്കുക ഇത്രയും വലിയൊരു മനസ്സ് കാണിച്ച് ഏട്ടൻ്റെ ഭാര്യയാവാൻ കഴിഞ്ഞതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. അർജുൻ അവൾക്ക് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ അനു ഇതുവരെ കാണാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവിടെയാണ് നിനക്ക് തെറ്റിയത് അനു, അർജുൻ മയത്തിൽ പറഞ്ഞു. നീയല്ല ഭാഗ്യം ചെയ്തവൾ, ഞാനാ. നീ വെറൊരു പെണ്ണല്ല അനു, ഒരു അഗ്നിപരീക്ഷ തന്നെ നേരിട്ട് വന്നവളാ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് എനിക്ക് ഈ മുറിയിൽ കഴിയാമായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഒരിക്കലും അത് അറിയുമായിരുന്നില്ല. പക്ഷേ നീ നിന്റെ സത്യസന്ധത ഉയർത്തിപ്പിടിച്ചു. നിന്റെ ആത്മാഭിമാനം പണയം വെക്കാൻ നീ തയ്യാറായില്ല. അവൻ അവളുടെ കണ്ണുനീർ തന്റെ വിരലുകളാൽ തുടച്ചു മാറ്റി. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവുകൾ പോലും തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതൊരു അപൂർവമായ ഗുണമാണ്. അങ്ങനെയുള്ള നിന്നെ പങ്കാളിയെ കിട്ടിയ ഞാനല്ലേ യഥാർത്ഥ ഭാഗ്യവാൻ. നിന്നെ പോലെ ഒരാളെ കിട്ടാൻ ആരും കൊതിച്ചു പോകും. അനുവിന് മറുപടിയൊന്നും പറയാനായില്ല. അവൾ ആ നെഞ്ചിലേക്ക് പതുക്കെ തലയായിച്ചു. അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിലെ പഴയ മുറിവുകൾക്ക് മരുന്നാവുകയായിരുന്നു. ഇനി ഒരിക്കലും നീ ഭാഗ്യമില്ലാത്തവളെന്ന് പറയരുത്, അർജുൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. നീ എൻ്റെ അഭിമാനമാണ്. മറ്റുള്ളവർക്ക് നീ വെറും ഒരു പെണ്ണായിരിക്കാം, പക്ഷേ എനിക്ക് നീ എൻ്റെ ലോകമാണ്. നിന്റെ ആ പഴയ കാലത്തെ നമുക്ക് ഇന്ന് തന്നെ ഇരുട്ടിൽ ഉപേക്ഷിക്കാം.
നാളെ വിരിയുന്ന പുലരി നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ളതാ. ആ മുറിയിലെ വായുവിൽ അപ്പോൾ പ്രണയത്തിന്റെയും ആശ്വാസത്തിന്റെയും സുഗന്ധം പടരുന്നുണ്ടായിരുന്നു. അർജുന്റെ വാക്കുകൾ അനുവിന്റെ ഉള്ളിൽ അവസാനത്തെ ഭയത്തെയും ഒരുക്കിക്കളഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ വിറക്കുന്ന ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരിയുമായി അവൾ അവനെ നോക്കി നിന്നു. ആ നിമിഷം ലോകത്തിലെ എല്ലാ കരുതലുകളും ആവാഹിച്ചുകൊണ്ട് അർജുൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പതുക്കെ മന്ത്രിച്ചു. എൻ്റെ ആദ്യ ചുംബനം അത് നിനക്ക് നൽകാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ഉള്ളിലെ മുറിവുകൾ എത്ര ആഴമുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി മുതൽ എൻ്റെ ഓരോ സ്പർശനവും നിനക്ക് വെറും ഒരു ശാരീരിക ബന്ധമായിരിക്കില്ല. അത് നിനക്കുള്ള മരുന്നായി മാറട്ടെ. നിന്റെ വേദനകളെ മായ്ക്കുന്ന, നിനക്ക് ആത്മവിശ്വാസം നൽകുന്ന മരുന്ന്. അനുവിന്റെ മിഴികൾ താനെ അടഞ്ഞുപോയി. അവളുടെ കവിളിലൂടെ ഒരു തുള്ളിക്കണ്ണുനീർ കൂടി അടർന്നു വീണു. പക്ഷെ അതിൽ സങ്കടത്തിന്റെ കയ്പില്ലായിരുന്നു. ഏട്ടാ, വിങ്ങിലടക്കി അവൾക്ക് അത്രയേ പറയാനായുള്ളൂ. ബാക്കി വാക്കുകൾ ആ വിളിയിൽ അലിഞ്ഞു പോയിരുന്നു. അവൻ അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തു. നീ തനിച്ചില്ലാനോ? നിന്നെ താർക്കാൻ ശ്രമിച്ചർ തോറ്റുപോയിരിക്കുന്നു. കാരണം നീ ഇപ്പം എൻ്റെ ഹൃദയത്തിനുള്ളിലാണ്. ഇനി നിന്നെ നോവിക്കാൻ ആർക്കും കഴിയില്ല, ഈ എനിക്ക് പോലും. അത്യന്തം സംതൃപ്തിയുടെ ആ വിശാലമായ നെഞ്ചിലേക്ക് അവൾ ചായഞ്ഞു. ആ ചൂടിൽ അവൾ സ്വയം മറന്നു നിന്നു. പണ്ടാരോ തല്ലിക്കെടുത്തി അവളുടെ ആത്മാഭിമാനവും പെണ്ണത്വവും വീണ്ടും ഉണരുന്ന അവൾ അറിഞ്ഞു. അപ്പോഴാണ് അവൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. സ്ത്രീയെ ഒരു പുരുഷൻ അറിയുന്നത് വെറും ഉടലിലൂടെ മാത്രമല്ല, അവളുടെ ആത്മാവിലെ മുറിവുകളെ തൊട്ട് തലോടുമ്പോഴാണെന്ന്. ശരീരത്തേക്കാൾ മനസ്സിനെ പ്രണയിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷനെന്ന് അർജുൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പുറത്ത് കാറ്റ് മരച്ചില്ലകളെ തഴുകി കടന്നുപോയി. ആ മുറിക്കുള്ളിൽ ഇരുട്ടിനെ സാക്ഷിയാക്കി രണ്ടു മനസ്സുകൾക്കിടയിലെ മതിൽക്കെട്ടുകൾ പൂർണ്ണമായും തകർന്നു വീണു. അവിടെ പുതിയൊരു ജീവിതത്തിന്റെ, പുതിയൊരു പ്രണയത്തിന്റെ സുന്ദരമായ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു.